ഛേ, മോശമായി പോയി. മീരമോൾക്ക് വിഷമമായി കാണുമല്ലേ ലക്ഷ്മി? ഏയ്, കേമാവുക ചെയ്തത്. രാജകലയുടെ മഹത്വം അത്രയ്ക്കുണ്ടല്ലോ. മാത്രോ അതും തള്ളി വീട്ടിലെത്തിക്കാനുള്ള യോഗം കൂടി ഉണ്ടായല്ലോ എന്നാ. വിരുന്ന് വന്നവരെ നാണം കെടുത്താണ്ട് നോക്കണമെന്ന് എനിക്ക് മാത്രം വിചാരമുണ്ടായ പോരല്ലോ. ആ കുട്ടി വന്ന പാടെ മുറി അടച്ചിരിക്കണതാ. അത് കരയാവും. കണ്ണീരെന്താന്നറിയാത്ത കുട്ടിയല്ലേ. ഒന്ന് കരയാൻ കൽക്കട്ടയിൽ ഇവിടം വരെ വരേണ്ടി വന്നല്ലോ. അതാ കഷ്ടം. എടാ പയ്യൻസ്, പറയട്ടെ, കാലങ്ങളെ നീ തലകുത്തി മറിഞ്ഞിട്ടും കിട്ടാത്തൊരു കാര്യം ഞാൻ ഒരു ഞൊടിയിടയിൽ സാധിപ്പിച്ചു തരട്ടെ. അതെന്ത് കാര്യം? അതിനുവേണ്ടി നീ ഉപ്പ് സത്യാഗ്രഹവും ദണ്ഡിയാത്രയും ഒക്കെ നടത്തിയിട്ടുള്ളതാ. നിരാഹാരം കിടന്നിരിക്കാനും സാധ്യതയുണ്ട്. യു ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അതെന്ത് കാര്യം? എന്റെ അമ്മേ, ഇനി ഇവളോലെ ഒപ്പിക്കൂ. എന്നോട് മിണ്ടാൻ വരണ്ട. ചമ്മിയത് ഞാനാ. മുല്ലശ്ശേരിയിലെ ആംബുലൻസ് നോക്കി ആൾക്കാര് കളിയാക്കണ. അച്ഛനൊന്നും പറയണ്ട. ഇത്രയും വലിയ തറവാടാ വീടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നല്ല കാറുണ്ടോ ഈ മുറ്റത്ത്? ഒന്ന് പുറത്തു പോണെങ്കിൽ ആകെ ഒരു തകരക്കൂട് മാത്രമുണ്ട്. വഴി കിടക്കുന്ന രാജകല. അയ്യോ, എന്റെ മോളെ അങ്ങനെ പറയല്ലേ. അതെന്റെ അച്ഛൻ എനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചെന്ന് വണ്ടിയാ. ഉപേക്ഷിക്കാൻ മനസ്സ് വരണില്ല. അതിനിത് വിൽക്കാതെയും വാങ്ങാമല്ലോ. അച്ഛനാ, നീ എന്നെ തൊലച്ച് അടങ്ങൂ. മോളുടനെ പോവുകല്ലേ, പിന്നെന്തിനാ പുതിയൊരു കാറ്? ഇതാ ഞാൻ പറഞ്ഞ അച്ഛൻ ഈ പറയണ സ്നേഹമൊന്നുമില്ല. ഈ തറവാട്ട് മഹിമയ്ക്ക് മുറ്റത്തൊരു ലേറ്റസ്റ്റ് വണ്ടിയെ കിടക്കേണ്ടത്. ഒന്നുമില്ലെങ്കിൽ നന്ദുവിന് ഒരു ബൈക്കെങ്കിലും വാങ്ങിച്ചു കൊടുത്തൂടെ? നമ്മുടെ മനയത്തെ ശിവശങ്കറിന് ബൈക്കിന്റെ ഏജൻസി ഇല്ലേ? ഒന്ന് വിളിച്ചു പറഞ്ഞാ പോരെ, വണ്ടി ഇപ്പം മുറ്റത്തെത്തും. അതിന് അല്ല, അത് ഇപ്പൊ എന്ത് വരും? ഇപ്പൊ ഇനി കണക്ക് കൂട്ടിയും കഴിച്ചും വരുമ്പോഴേക്കും കാര്യം നടക്കില്ല. നീ ഒന്ന് വിളിച്ചു പറയാച്ചതാ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. നീ ഒന്ന് വിളിച്ചു പറ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ഞാൻ വിളിച്ചു പറയാൻ പോവാ. നന്നായി പ്രാർത്ഥിച്ച് മുന്നോട്ടെടുത്ത് പോയിക്കോളൂ. അമ്മേ, അവര് പോട്ടാ പൂക്കുറ്റി. മക്കളെ വേഗം വിട്ടോ വിട്ടോ. ഞങ്ങള് ദൂരെ എത്തിക്കഴിഞ്ഞിട്ട് വിട്ടാ മതി. വേഗം വിട്ടോ. എന്തൊരു സ്പീഡാ! ഇയാക്കെന്താ തല തിരിഞ്ഞു പോയോ? പ്രായ കൂടുതലൊന്നും നോക്കൂല ഞാൻ. 2 കാലം തൊട്ട് വന്ന് കീറും. നല്ലൊരു കാര്യം വെടിവെച്ച് കൊളാക്കാൻ പറ്റാത്തുള്ള ചൊറിച്ചില നിനക്ക്. ഇനി പോയി തലങ്ങും വിലങ്ങും വെടിവെച്ചോ. വേണ്ടപ്പോ വന്നിനെ ഞാൻ ചങ്ങലക്കിട്ടോളാം. അതിനു മുമ്പ് ഗീതാവാരസരായിട്ടുള്ള ചുറ്റിക്കളി ഞാൻ ഡീസന്റ് ആക്കി തരാം. അമ്പലം വിഴുങ്ങി. അമ്പലം മാത്രമല്ല, നിന്റെ അച്ഛനെയും വിഴുങ്ങും ഞാൻ. പോടാ പേപ്പട്ടി. നീ എന്നെ വല്ലയിടത്തും തട്ടിയിടുവോ? എന്റെ ധൈര്യത്തിലെ ബൈക്ക് വാങ്ങി തന്നെ, അത് മറക്കണ്ട. അതൊക്കെ ശരി. പക്ഷെ അതും പറഞ്ഞെന്നെ നിയന്ത്രിക്കാൻ വരല്ലേ. കൊമ്പ് ഞാൻ ഒടിക്കും. പിന്നെ എന്താ കാര്യം? പറ. ഹലോ. ഓ സോറി, ഞാൻ ബിസി ആയിരുന്നു. Gautam, call me later.
ഓക്കെ? കമോൺ മീര, പോവാം. നോ, ഞാനില്ല. നീ പൊയ്ക്കോ. മീര, എനിക്ക് എന്നോട് വെറുപ്പ് തോന്നരുത്. അറിയാതെ എന്തോ. സോറി മീര. അല്ല, ഞാനാ സോറി പറയേണ്ടത്. എനിക്കെന്തോ എന്താന്നറിയില്ല, ഞാൻ പെട്ടെന്ന് അങ്ങനെ ചെയ്തു പോയി. സോറി ഡാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിന്നെ എന്താടാ നേരെ വിളിക്കുമ്പോഴേക്കും? ഞാൻ വെറുതെ രാവിലെ. പിന്നെന്തിനാ നീ മോളെ ഓടിക്കണേ? ഞാൻ പറയാം മുത്തശ്ശി. മീര, അപ്പൊ ഇനി എന്നെ തല്ലാൻ വരുമോ? എന്താടാ? അല്ലമ്മേ, അത് വെറുതെ. എന്താ മോളെ? ഒന്നുമില്ലമ്മേ, അത് മീലിംഗ് സ്റ്റോറിയാ. എന്നാ പോടാ. രാത്രി സോറി പറയാ, നേരം വെളുത്ത് അടിപിടിയും. എന്താത്? അയ്യേ. എന്താ അച്യുതാ നീ പറയണേ? അതെ, ഞാൻ പ്രായമായ കുട്ടികളാണ്. രണ്ടും കൂടി ബൈക്കിലുള്ള സവാരി, അതായത് സവാരി ഗിരിഗിരി, മനസ്സിലായില്ലേ? ഓട്ടവും കളിയും കൊഞ്ചലും കുഴയിലും. പിന്നെ രാത്രിയാകുമ്പോ ഒരു സോറിയും. എന്താ അച്യുതാ? സോറിയോ? അതെന്താടാ? അല്ല, ഞാൻ അത് ഇന്നലെ രാത്രി കണ്ടത് പറയായിരുന്നു. നീ എന്താ കണ്ടത് അത് പറ. ഞാൻ ഹായ്, തുറന്നങ്ങോട്ട് പറയണ്ട അച്യുതാ, കേക്കട്ടെ. അല്ല, അത് ഒരുറക്കം കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ വന്നതാണ് ഞാൻ. ആ. നന്ദുമോൻ മീരാമോളുടെ മുറിയിലേക്ക് നട്ടപ്പാതിരിക്ക് കയറിപ്പോണ കണ്ടു. ചോദിച്ചപ്പോ സോറി പറയാനാണത്രേ. എനിക്കൊന്നും മനസ്സിലായില്ല. സോറി. അത് നിനക്ക് മനസ്സിലാവാൻ സാധ്യതയില്ല. ഇതാരോട് അതിന്റെ പുതിയ കണ്ടുപിടുത്തം? എടാ, കുട്ടികളായാൽ ഈ പ്രായത്തിൽ ഇങ്ങനെ അവർ സോറി പറയും, പിണങ്ങും, അടിപിടി കൂടും, വീണ്ടും സോറി പറയും. അല്ലേ ലക്ഷ്മി? സോറി അതല്ല, ഈ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഞാൻ മാത്രം മതി. പറയട്ടടാ, അസൂയുള്ളവർ പറയട്ടെ. കൂടി വന്നാൽ എന്താ ഉണ്ടാകുക? രണ്ടിനെയും ചേർത്ത് അപവാദം പറയും, അത്രയല്ലേ ഉള്ളൂ. എന്തുണ്ടായാലും രണ്ടിനെയും കെട്ടിച്ചു വിടണം. രാഘവനുമായിട്ടൊരു ബന്ധം എന്റെ സ്വപ്നമാണ്. രണ്ടും നന്നായിട്ട് ചേരും. ഹാവ്, ഇനി അമ്പലക്കുളത്തിലൊന്ന് നീന്തി തുടിക്കണം. മിനിഞ്ഞാന്ന് കുളിച്ചതാ,